മരണം അള്ളാഹു നിശ്ചയിച്ച സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ആയുസ്സിലുള്ള വർധനവും ആ വർദ്ധിച്ചു ലഭിക്കുന്ന ആയുസ്സിനെ സൽക്കർമ്മത്തിൽ ഉപയോഗപ്പെടുത്തുവാനുമാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം സത്യവിശ്വാസവും സൽക്കർമ്മവും എവിടെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ആയുസ്സിലാണ് അതുണ്ടാവുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായമാണ് സൂറത്തുൽ ആസർ. വൽ ആസർ, മുഫസ്സിരീങ്ങൾ പറഞ്ഞത് വൽ ഉമർ എന്നാണ്. വൽ ആസർ എന്ന് പറഞ്ഞാൽ വൽ ഉമർ, ആയുസ് തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ആയുസ് ലഭിച്ചവരൊക്കെ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. അപ്പോൾ ഈമാനും അമലു സ്വാലിഹാത്തും അതേപോലെ തന്നെ പുണ്യം കൊണ്ടുള്ള പരസ്പര ഉപദേശവുമെല്ലാം സംഭവിക്കേണ്ടത് നമ്മുടെ ആയുസ്സിലാണ്, നമ്മുടെ ഹയാത്തിലാണ്. അതുകൊണ്ട് തന്നെ ഹയാത്ത് എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി ഖൈറുൻ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ, ശ്രേഷ്ഠൻ, പുണ്യം കരസ്ഥമാക്കാൻ ഭാഗ്യം ലഭിച്ചവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആരുടെ ആയുസ്സിനാണോ ദൈർഘ്യമുള്ളത്, ആരുടെ പ്രവർത്തനങ്ങളാണോ ആ ആയുസ്സിൽ നന്മയായി തീർന്നത്, അയാളാണ് ഏറ്റവും ഖൈറായ വ്യക്തി. എന്ന് പറഞ്ഞാൽ ഒരുപാട് ആയുസ് ലഭിച്ചു, അതേ സന്ദർഭത്തിൽ ആ ആയുസ്സിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനും സാധിച്ചാൽ ആ വ്യക്തിയാണ് ഏറ്റവും ഖൈറായ വ്യക്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ ഉമ്മ ഒരിക്കൽ പ്രവാചകനോട് പറഞ്ഞു, എൻ്റെ മകന് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു, അല്ലാഹുവേ ഈ കുട്ടിക്ക് നീ ആയുസ്, ഈ കുട്ടിക്ക് നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ, അതേപോലെ തന്നെ സന്താനങ്ങളെ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. വഅതിൽ ഉമറഹു വഗ്ഫിർ ലഹു ദംബഹു, ആ കുട്ടിയുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കുകയും വഅതിൽ ഉമറഹു, ഈ കുട്ടിക്ക് നീ ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യാവുന്നതിൽ ഏറ്റവും ഖൈറായ കാര്യങ്ങളിൽ പെട്ടതാണ് ദീർഘായുസ് ഉണ്ടാകുവാൻ വേണ്ടിയുള്ള ദുആ, ദീർഘായുസ് ഉണ്ടാകുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറെ കാലം ജീവിച്ച സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ദുആയുടെ ബറക്കത്ത്, ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആയുസ്സിലെ ദൈർഘ്യം എന്നുള്ളത് വളരെ ഖൈറായ കാര്യമാണ്. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതേ സന്ദർഭത്തിൽ ഈ ആയുസ്സിനെ ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാഞ്ചാടിക്കൊണ്ട് ഉപയോഗപ്പെടുത്തണം എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറയുന്നു. നമുക്കറിയാം, ഉമറ എന്നുള്ള അറബി പദം അമറ എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. അമറ എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായിട്ടുള്ള നിർമ്മാണത്തിനാണത് പറയുന്നത്. അതുകൊണ്ടാണ് മസ്ജിദിനെ ഇമാറത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ പള്ളി ഉണ്ടാക്കുക, ഭവനങ്ങൾ ഉണ്ടാക്കുക, സംസ്കാരങ്ങൾ ഉണ്ടാക്കുക, അതിനെ സജീവമാക്കുക, അതിനൊക്കെ അമറ എന്ന വേർഡ് ഉപയോഗിക്കും. ഒന്നിനെ സജീവമായി ഹയാത്തോടുകൂടി നിലനിർത്തുന്നതിനാണ് അപ്രകാരം പറയുന്നത്. ഇന്നമായ ഉമറു മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ മസ്ജിദുകളെ സംരക്ഷിക്കുകയും അതിനെ സജീവമാക്കുകയും ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഉംറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ സജീവമാക്കുന്നതാണ്, നമ്മുടെ ശരീരത്തെ സജീവമാക്കുന്നതെന്തോ അതാണ് ആയുസ്. അതുകൊണ്ട് തന്നെ ഒന്നിൽ നിന്ന് മറ്റൊരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഒന്നിൽ നിന്ന് വിരമിച്ചാൽ അടുത്തതിലേക്ക് പ്രവേശിക്കണം. ദുനിയാവിൻ്റെ ഒരു കാര്യമാണെങ്കിൽ അടുത്തത് ആഖിറത്തിന്റെ കാര്യം, ആഖിറത്തിന്റെ കാര്യമാണെങ്കിൽ അടുത്തത് ദുനിയാവിന്റെ കാര്യം. ഹുവ അൻശഅകും മിനൽ അർദി വസ്തഅമറകും ഫീഹാ, ഭൂമിയിൽ അല്ലാഹു നിങ്ങളെ സൃഷ്ടിക്കുകയും ഭൂമിയുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ഏൽക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരമായ ഒരു പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണം. മാത്രമല്ല, ആയുസ്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ശരീര അവയവങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ആരോഗ്യവും ഉണ്ടായിരിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന, ومتعنا اللهم بأسماعنا وأبصارنا وقواتنا أبدا ما أحييتنا واجعله الوارث منا.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, ഞങ്ങളുടെ കേൾവിയിലും കാഴ്ചയിലും ശക്തിയിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമേ, ശക്തി നൽകണമേ, ആരോഗ്യം നൽകണമേ. അബദൻ മാ അഹ്യൈതന, ഞങ്ങൾക്ക് ഹയാത്തുള്ള കാലത്തോളം എന്ന് പറഞ്ഞാൽ മരിക്കുന്നവരെ ശരീരാവയവങ്ങൾക്ക് അതിൻ്റെതായ ഖുവ്വത്തുണ്ടാവണമേ എന്നാണ്. എന്നിട്ട് പറയുന്നത് വജഅൽഹുൽ വാരിസ മിന്ന, ഞങ്ങളുടെ കണ്ണുകളും കാതുകളും ഞങ്ങളുടെ അനന്തരമാവണമേ. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഉലമാക്കൾ പറയുന്നത് അതിൻ്റെ അർത്ഥം ഒരാൾ ജീവിച്ചിരിക്കെ അയാളുടെ അവയവങ്ങൾ മരിക്കുക എന്നത് വലിയ സങ്കടമുള്ള കാര്യമാണ്. ആയുസ്സുണ്ട്, പക്ഷേ കണ്ണിന് കാഴ്ചയില്ല. ആയുസ്സുണ്ട്, കേൾവിയില്ല. ആയുസ്സുണ്ട്, നടക്കാനും പിടിക്കാനും ഒന്നും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അയാളുടെ ശരീരാവയവങ്ങൾ മരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുതേ റബ്ബേ. ഞാൻ മരിക്കുമ്പോഴും ആ സന്ദർഭത്തിലും എൻ്റെ കണ്ണിനും കാതിനും ഹൃദയത്തിനും ശരീരത്തിനുമൊക്കെ നല്ല ശക്തി ഉണ്ടാകണം. ഇല്ലാത്തൊരവസ്ഥക്കാണ് അർദലുൽ ഉമർ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് രക്ഷ തേടുകയാണ് ചെയ്തത്. വഅസ്തഈദുക, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മിൻ അൻ അറുദ്ദ ഇലാ അർദലിൽ ഉമർ, അർദലുൽ ഉമറിലേക്ക് ഞാൻ മടക്കപ്പെടുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ജീവനുണ്ട്, ശരീരമുണ്ട്, ഹയാത്തുണ്ട്, ആരോഗ്യമില്ല. കാരണം ഹയാത്ത് എന്നത് പ്രവർത്തിക്കാനുള്ളതാണ്. അതിന് ശരീരവയവങ്ങൾക്ക് ഖുവ്വത്ത് വേണം. റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ആയുസ്സിനെ ധന്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിൽ അള്ളാഹു ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഹയാത്തിനോളം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അലം നുസിഹ ജിസ്മക്, നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം നൽകിയില്ലേ എന്നാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ചോദിക്കും. കാരണം അത് നമ്മുടെ ആയുസ്സിനെ വളരെയധികം നിർണ്ണയിക്കുന്നു. ആരോഗ്യം, ഒരാളുടെ ആയുസ്സിൻ്റെ വർധനവ്, ദൈർഘ്യവും അത് കുറഞ്ഞു പോകുന്നതുമൊക്കെ അയാളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തെ അങ്ങേയറ്റം ശ്രദ്ധിക്കുവാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് ആരോഗ്യം നൽകുന്ന നല്ല ഭക്ഷണം കഴിക്കണം. കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബ, നല്ല ഭക്ഷണം കഴിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നു. അപ്പോൾ ഭക്ഷണം നല്ലതാണെങ്കിൽ അത് ആരോഗ്യത്തിന് കൂടുതൽ ഖൈറായിത്തീരും. ഭക്ഷണം മോശമാണെങ്കിൽ അത് ആരോഗ്യത്തെ ബാധിക്കും, പെട്ടെന്ന് മരണം സംഭവിക്കും. നല്ല ഭക്ഷണം കഴിക്കണം. ആരോഗ്യത്തെ നശിപ്പിച്ച് കളയുന്ന മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാറ്റിനെയും ഒഴിവാക്കാൻ പറഞ്ഞു. ഫജ്തനിബൂ, അതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നമാണ്, ബുദ്ധിക്ക് പ്രശ്നമാണ്, അതൊക്കെ മോശമായ കാര്യങ്ങളാണ്. അതിനെയൊക്കെ ഒഴിവാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടു. മാത്രമല്ല, ഇനി നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഭക്ഷണത്തിനൊരു സ്വഭാവമുണ്ട്. അത് രോഗവുമാണ്, അത് ആരോഗ്യവുമാണ്. ഭക്ഷണം കഴിക്കേണ്ട രൂപത്തിൽ കഴിച്ചാൽ ആരോഗ്യമുണ്ടാകും, ആ ലെവല് തെറ്റിയാൽ രോഗമുണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമ്പോൾ മിതമായി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞത്. കുലു വഷ്റബു വലാ തുസ്രിഫു, തിന്നോളൂ, കുടിച്ചോളൂ, അമിതമാവരുത്, അത് പ്രയാസമുണ്ടാക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് ഭക്ഷണത്തിൽ നിയന്ത്രണമുണ്ടാകണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ്. ഇനി രോഗം വന്നാലോ, തദാവു ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കണം. മരുന്നില്ലാത്തൊരു രോഗവും അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല എന്നാണ്. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ആ മരുന്ന് അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങൾ ചികിത്സിക്കണം. ചികിത്സ മാത്രമല്ല, രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖുദൂ ഹിദ്റക്കും, ഈമാനുള്ളവരെ നിങ്ങൾ ജാഗ്രത പാലിക്കണം. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമായ ടെസ്റ്റുകൾ നടത്തണം. പല ആളുകളും രോഗലക്ഷണങ്ങൾ അവരെ കാണിക്കുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും മര്യാദക്ക് ടെസ്റ്റ് ചെയ്യുന്നില്ല, പരിശോധിക്കുന്നില്ല. അവസാനം അവരറിയാതെ അവരുടെ ഉള്ളിൽ രോഗം മൂർച്ഛിക്കുന്നുണ്ട്. മരണം സംഭവിക്കുമ്പോഴാണ് ആളുകൾ അറിയുന്നത് അയാൾ ഇങ്ങനെ ഒരു രോഗിയായിരുന്നു എന്ന്. എന്നാൽ ചെറിയ ഒരു ടെസ്റ്റിലൂടെ ആ മരണത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല
അയാൾക്ക് മറ്റൊരു ഖദറായിരുന്നു നിശ്ചയിക്കുക. പക്ഷെ അയാളുടെ അശ്രദ്ധ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് നേരത്തെ മരണം ഖദറാക്കുന്നു. വേറെ ലക്ഷങ്ങൾ മുടക്കേണ്ട ചികിത്സകൾ ഒരു പക്ഷേ 100 രൂപ കൊണ്ടുള്ള ഒരു ടെസ്റ്റ് കൊണ്ട് ഒരു പക്ഷേ അയാൾക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ വിശ്വാസികൾ ജാഗ്രത പുലർത്തണം, ശ്രദ്ധിക്കണം. വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക, നിങ്ങളുടെ കരങ്ങളെ സ്വയം നിങ്ങൾ നാശത്തിലേക്ക് ഇടാൻ പാടില്ല. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയാൻ പാടില്ല. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതിനേക്കാളെല്ലാം ഉപരി ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യം മനസ്സിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഉത്കണ്ഠകൾ, സങ്കടങ്ങൾ, ടെൻഷൻ, ഡിപ്രഷൻ ഇതെല്ലാം ഒട്ടനവധി രോഗങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട്. മാനസികമായ പ്രശ്നങ്ങളാണ് ഒരുപാട് രോഗങ്ങൾക്കുള്ള കാരണം. മനസ്സ് ശരിയായാൽ തന്നെ ഒരുപാട് രോഗങ്ങൾ ഇല്ലാതെയാകും. പലതും തോന്നലുകളാണ്. അതിനെന്തു വേണം? അജഞ്ചലമായ തൗഹീദ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് ഹൃദയം ശാന്തമായി തീരും. ഹൃദയത്തിന് ശാന്തത ഉണ്ടാകുമ്പോൾ അത് ശരീരത്തിനും ഖൈറായി ഭവിക്കും. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ, ദിക്റുകൾ, ദുആകൾ അത് ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ നമസ്കാരവും നോമ്പും ദിക്റുകളും ദുആകളും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനു കൂടി നന്മയാണ്. അതിനു പുറമെ നല്ല നല്ല എക്സസൈസുകൾ, വലിയ വലിയ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പോലും നടത്തവും ഓട്ടവും എക്സസൈസും അതേപോലെ ശരീരത്തിന് ഉന്മേഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ. കാരണം ഉന്മേഷമുള്ള ഒരു ശരീരത്തിൽ പൈശാചികമായ ദുർബോധനങ്ങൾ അധികം നടക്കുകയില്ല. അലസതയും മടിയും കാണിക്കുന്ന ആളുകളുടെ കൂടെ പിശാചുണ്ടാകും. പിശാചാകട്ടെ ധാരാളം രോഗങ്ങൾക്ക് കാരണമായി തീരും. ഒന്ന് വസ്വാസം ഉണ്ടാക്കിക്കൊണ്ട് ഇല്ലാത്ത രോഗമുണ്ടെന്ന് തോന്നിപ്പിക്കും. രണ്ടാമത്തത് സാക്ഷാൽ ശരീരത്തിന് രോഗമുണ്ടാക്കുവാനും പിശാചിന് സാധിക്കും. അതുകൊണ്ടാണ് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ്. അല്ലാഹുവേ, പിശാച് എന്നെ ബാധിച്ചിരിക്കുന്നു, എനിക്ക് പ്രയാസമുണ്ടാക്കുന്നു എന്ന്. അതുകൊണ്ട് പിശാചിനെ അകറ്റാനുള്ള പൈശാചികമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അവനെ അകറ്റാനുള്ള ദിക്റുകളും ദുആകളും കാവൽ തേടലുകളും എല്ലാം ഉണ്ടായിരിക്കുക. ഈ വക കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടാകും, ആയുസ്സിൽ വർധനവുണ്ടാകും. ആ വർധനവുള്ള ആയുസ്സിനെ സൽക്കർമ്മങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ വിശ്വാസികൾക്ക് സാധിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ശ്രദ്ധ പുലർത്തുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.